വന്യജീവി ഭീതിയിൽ തന്നെയാണ് കേരളമുള്ളത്. ഇടുക്കി വള്ളക്കടവിൽ വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയ്ക്കടുത്ത് കടുവയെ കണ്ടതായി പറയുന്നുണ്ട്. വള്ളക്കടവ് പൊന്നഗർ കോളനിക്ക് സമീപത്താണ് കടുവയെ കണ്ടത്. വനപാലകർ എത്തി വെടിയൊച്ച കേൾപ്പിച്ച് കടുവയെ കാട്ടിലേക്ക് തുരത്തിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഭീതിയിൽ തന്നെയാണ് ഉള്ളത്. ജനങ്ങൾ ഭീതിയിലാണ് ഇടുക്കിയിലെ ജനങ്ങളുള്ളത്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലിപ്പോൾ ഇടുക്കി വള്ളക്കടവ് മേഖലയിൽ നിന്ന് കടുവ വനത്തിനുള്ളിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ട്. മേഖലക്കടുത്ത് സ്ഥിരമായി ഇത്തരത്തിൽ കടുവ എത്തുന്നുവെങ്കിൽ പോലും ജനവാസ മേഖലയോട് ചേർന്ന് ഇത്രത്തോളം അടുത്ത് കടുവ എത്തുന്നത് ഇത് ആദ്യമായാണ്. ഇതിന്റെ ഈ പൊന്നഗർ കോളനിയുടെ അടുത്തുള്ള മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. പ്രധാനമായും പെരിയാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇന്ന് ഈ കടുവ എത്തി വൈകുന്നേര സമയത്ത് ഇവിടെ എത്തി ഏറെ നേരം അവിടെ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള തൊട്ട് സമീപത്തുള്ള ഒരു പുൽമേട്ടിലാണ് കടുവ എത്തിയത്. ഏറെ നേരം കടുവ ഈ പുൽമേട്ടിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഈ കടുവയെ കണ്ട നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ വള്ളക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനോട് വളരെ അടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഈ കടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷം ഇത് പിൻവാങ്ങുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഈ വെടിവെച്ച് കേൾപ്പിച്ച് ഈ കടുവയെ കാട്ടിലേക്ക് തുരത്തിയത്. ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ആശങ്ക പ്രധാനമായും ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ ഈ വന്യമൃഗ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി വന്യമൃഗ സാന്നിധ്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ വള്ളക്കടവിലെ ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. പ്രധാനമായും ഈ പെരിയാറിന്റെ തീരമാണ്. ഒരു വശത്ത് വനവും മറുവശത്ത് ജനവാസ മേഖലയുമാണ്. ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളാണ്. ഇത്തരത്തിൽ വനം വകുപ്പിന്റെ കൃത്യമായ ഒരു നിരീക്ഷണം ഈ മേഖലകളിൽ ഉണ്ടാവണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉണരുന്നത്. അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത് വേനൽ കടുക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇനി വെള്ളം കുടിക്കുന്നതിനായി ഈ ഒരു പെരിയാറിന്റെ തീരത്തേക്ക് കൂടുതലായി എത്താനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് തിരികെ പോകാതെ ജനവാസ മേഖലയിലേക്ക് കടന്നാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ആ ഒരു സാഹചര്യത്തിൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് വനം വകുപ്പിന്റെ സ്ഥിരമായ നിരീക്ഷണം വേണമെന്നുള്ള ഒരു ആവശ്യമുണ്ട്. നിലവിൽ എന്തായാലും ഈ കടുവ ജനവാസ മേഖലയിൽ എത്തിയ കടുവ വനത്തിനുള്ളിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ട്. അതിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്.